ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടിയിലാട്ടോ. നടിയിൽ എന്താണെന്നറിയോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കപ്പ ഞാൻ നിലത്തല്ല നടുന്നത് കേട്ടോ. ഞാൻ എവിടെയാണ് നടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ എന്താണ് കപ്പ നടാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതും മണ്ണാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ഒക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നവീൻ, ഇത് വേറൊരു ചാക്ക് നട്ടത്. ഇത് നട്ടിട്ട് ഇപ്പം കുറച്ചായി. നല്ല അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ ചാക്കിലാണ് നടുന്നത്. ചാക്ക് ഞങ്ങൾ മറിച്ചിടുന്ന മുമ്പ് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഈ രണ്ടറ്റും ഞാൻ കെട്ടി, ഒരു പ്ലാസ്റ്റിക് നൂലുകൊണ്ട് കെട്ടിയ ഹോൾസും ഉണ്ടാക്കി. എന്നിട്ട് ഇങ്ങനെ മറിച്ചിടുക. അങ്ങനെ മറിച്ചിട്ടാലുള്ള ഗുണം എന്താ അറിയോ? റൗണ്ടിൽ നിൽക്കും. റൗണ്ടിൽ നിൽക്കും. പിന്നെ നല്ല വെള്ള കളറുള്ള ചാക്കായിരിക്കും. കാരണം ഉള്ളു മറിച്ചിട്ടാൽ നല്ല കളറാണല്ലോ. എഴുത്തും പരസ്യം ഒന്നും കാണൂല. ഇങ്ങനെ റൗണ്ടിലങ്ങ് നിൽക്കും. പിന്നെ നമ്മൾ ചാക്കിൽ നട്ടാനുള്ള ഗുണം എന്താ അറിയോ? നമുക്ക് മണ്ണൊരുക്കണ്ട. ഇപ്പോൾ പാറ പോലെയല്ലേ മണ്ണ്, മഴയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് മണ്ണൊരുക്കാണ്ട ചാക്ക് തന്നെ നടാം. പിന്നെ കുറച്ച് മണ്ണ് മതി. കൂടുതലും കരിയിലയും വാഴൻ്റെ ഭാഗങ്ങളൊക്കെ അല്ലേ, നിങ്ങളെന്താ പറയുക, വാഴൻ്റെ വേസ്റ്റുകളൊക്കെ, തണ്ട്, ഇല, അതാണ് ഞാൻ കൂടുതലായിട്ട് ഇടുന്നത്. അത് മാത്രം മതി. നല്ലൊരു വള അതങ്ങോട്ട് മാക്സിമം കുത്തി നിറക്കുക. അന്ന് കുറച്ച് മുമ്പേ ഞാൻ വെട്ടിയിട്ട് ഉണക്കിയതാട്ടോ. വെട്ടിയിട്ട് ഉണക്കിയത് കൊണ്ട് ഇപ്പം നല്ലോണം ഉണങ്ങീന്. അപ്പോൾ ഞാൻ അതിലാണ് നടുന്നത്. നന്നായിട്ട് കിഴങ്ങുണ്ടാവും. നമുക്ക് കിഴങ്ങുണ്ടാവുകയാണല്ലോ നമ്മുടെ ലക്ഷ്യം തന്നെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുല്ലൊന്നും പറിക്കാനൊന്നും വരണ്ട. മെയിനായിട്ട് എന്താ അറിയോ? പെരിച്ചായിൻ്റെ ശല്യം ഉണ്ടാവില്ല ഇതിൽ നട്ടാൻ. എൻ്റെത് മൊത്തം പെരിച്ചായി തിന്നുമല്ല, ഞാൻ നല്ലോണം അധ്വാനിക്കും. പെരിച്ചായി അങ്ങ് തിന്നു. എന്നാലും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഞാൻ ഏതെങ്കിലും മാർഗത്തിലൂടെ, കപ്പ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. ഭയങ്കര ഇഷ്ടമല്ലേ കപ്പപ്പുഴുക്ക്, മീൻകറി. ഇപ്പോൾ നമുക്കൊന്ന് കപ്പ തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ നട്ടേനെ വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം. ഫസ്റ്റ് തന്നെ ഞാൻ കുറേ വാഴൻ്റെ ഇല ഉണങ്ങിയതും തണ്ടും പിന്നെ കാമ്പ് അതൊന്നും കൊണ്ടുപോയില്ല. ഇത് റോബസ്റ്റിൻ്റെ, അതൊന്നും ഞാൻ ഉപ്പേരി വെക്കൂല. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മണ്ണിടുക. ഈ മണ്ണിട്ടുള്ള ഗുണം എന്താ അറിയോ? ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട്. അത് നമ്മളിട്ട പോട്ടി മിക്സൊക്കെ വിഘടിപ്പിച്ചിട്ട് പെട്ടെന്ന് വളമാക്കി മാറ്റും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങ ഇടും പോലെ നമുക്കിങ്ങനെ ഇട്ടാൽ പിന്നെ ഉരവേദനയും കൈവേദനയും ഉള്ളവർക്കൊക്കെ ചാക്കിൽ കപ്പ നടുന്ന എളുപ്പം. കൈക്കോട്ട് പണി എടുക്കണ്ട. അതിന് നല്ലൊരു സുഖം. ഇതന്നെ ഒരു ചാക്ക് കപ്പ നടാൻ മാത്രം ഉണ്ട് കേട്ടോ. ഒരു ചാക്ക് നറുക്കാൻ, ഒരു ചാക്ക് കപ്പയല്ല, ഒരു ചാക്ക് നറുക്കാൻ. പക്ഷെ എങ്ങനെ നട്ടാൽ ഒരു ചാക്ക് കപ്പ കിട്ടും. ഞാൻ വിളവെട്ടതൊക്കെ എൻ്റെ ചാനലുണ്ട്. അല്ല കൂത്തി അമർത്തി അങ്ങിടുക. പിന്നീട് വെള്ളം ഇടിയൊന്നും വേണ്ട. നിങ്ങളൊക്കെ എങ്ങനെ കപ്പ നടലെന്നൊക്കെ ഒന്ന് പറയണേ. ഞാൻ നിലത്ത് നട്ടിട്ടുണ്ട്, വിളവെടുത്തിട്ടുണ്ട്, കുറേ കരഞ്ഞിട്ടും ഉണ്ട്. കാരണം എന്താ അറിയോ? ചെന്ന് നോക്കുമ്പോൾ ഫുള്ള് പെരിച്ചായി. പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലൊക്കെ എടുത്ത് മാറ്റണം. അതൊന്നും വേണ്ട. അതൊന്നും വളകൂര വിഘടിക്കൂര, അങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ കപ്പ ഉണ്ടാവാനാ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മണ്ണിടും. പിന്നെ ഒന്നുണ്ടായത് വേനല, നനച്ചു കൊടുക്കണം. നനവാണോ നമുക്ക്? വെറുതെ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? കുറച്ച് അധ്വാനിക്കണ്ടേ. നിലം ഒരുക്കണ്ട, മണ്ണ് കൂട്ടി കൊടുക്കണ്ട, പുല്ല് പറിക്കണ്ട എന്നുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. മണ്ണല്ല സോഫ്റ്റ് ആവും. സോഫ്റ്റ് ആയാൽ ചെടികളെല്ലാം വേരെല്ലാം ധാരാളം ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കാൻ ഈസിയാണ്. സോഫ്റ്റായ മണ്ണിലൂടെ ജലവും ലവണങ്ങളും വലിച്ചെടുത്താൽ പിന്നെ ചെടി നല്ല കരുത്തിലുണ്ടാവുമല്ലോ. തണ്ടിന് കൊടുക്കുമ്പോൾ, ഇതൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ നല്ല സൂര്യപ്രകാശം അതും കൂടെ കിട്ടിയാൽ വിശേഷമായി. കപ്പ പറിച്ച ചാക്ക് കണക്കിന് കപ്പയാണ്. ഇപ്പം റൗണ്ടിൽ വന്നില്ല ചാക്ക്. പോട്ടി മിക്സ് ഇടുമ്പോൾ തിരിയും.
എന്നാ ഞാൻ ഫുൾ വാഴൻ്റെതാട്ടോ എൻ്റെത്. ഒരു വാഴ അങ്ങ് വെട്ടി ഞാൻ കപ്പ നടാലോ എന്ന് വിചാരിച്ച് നുറുക്കിയിട്ട് പോയതേനു. വന്ന് നോക്കുമ്പോൾ നല്ലോണം ഉണങ്ങി. ആരോ പറഞ്ഞ് പച്ച അങ്ങനെ ഇടരുത് നോക്കെ, ഞാൻ കേട്ടതാ. ഞാനങ്ങനെ പച്ച ഇടലൊക്കെ ഉണ്ടേനു. കുറച്ചും കൂടെ മണ്ണിടട്ടെ. ഇടയ്ക്കിടയ്ക്ക് മണ്ണിടുക. ആകെ കൂടി ഒരു ബക്കറ്റ് മണ്ണൊന്നും വേണ്ട. ഇതാ തീരെ വെയിറ്റില്ല, വെയിറ്റേ ഇല്ല. കണ്ടാൽ ഇത് എടുത്താൽ പൊന്തൂരായി ഇത് കണ്ടാൽ തീരെ വെയിറ്റില്ല. പിന്നെ ഞാൻ നിലത്ത് വെച്ചില്ല. എനിക്ക് അധികം കുനിയാനാവില്ല, കുനിഞ്ഞ് പണിയെടുക്കൂല. എല്ലാ പണിയെടുക്കുമൊക്കെ കുറച്ചേ കുനിയാനാവുള്ളൂ. മണ്ണിട്ടിട്ട് ഇനി എന്താ ഇടുന്നതെന്നറിയോ? കപ്പയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് വെണ്ണീര്. വെണ്ണീര് എന്ന് പറഞ്ഞാൽ വിറക് കത്തിച്ചത്, ചാരം വിറക് കത്തിച്ചതൊക്കെയാണ് കേട്ടോ. ചില ആൾക്കാർക്ക് നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് തന്നെ ചാരം എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ ചാരം എന്ന് പറഞ്ഞാൽ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഇപ്പം ആരും അടുപ്പൊന്നും കത്തിക്കുന്നില്ല. ഇപ്പോൾ ഒക്കെ ഗ്യാസാ. എന്താ കുറച്ച് ചാരം ഇട്ടാൽ കപ്പയ്ക്ക് ഭയങ്കര ടേസ്റ്റുമാണ്. പിന്നെ ചാണകം ഇട്ടിട്ടുണ്ടെങ്കിൽ കയ്പ്പാന്നൊക്കെ കേട്ടിന്. പിന്നെ ചാണകമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്നും പൈസ കൊടുത്ത് വാങ്ങുന്ന കൃഷിയല്ലല്ലോ എൻ്റേത് മൊത്തം ഇങ്ങനെ ഒരു ചില്ലി കാശ് മുടക്കാത്ത പാവങ്ങൾക്ക് നമ്മളെപ്പോലെ എല്ലാവർക്കൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് എൻ്റേത്. കപ്പയാണ്. പച്ചക്കറീൻ്റെ ചെറിയ ചെറിയ വെണ്ട പയറൊന്നും അല്ല. അതുകൊണ്ട് നന്നായിട്ട് പോട്ടി മിക്സ് വേണം. പിന്നെ ഒരു കൊല്ലാവേണ്ടത് നാളായി കിട്ടണമെങ്കിൽ. അപ്പം അത്രയും കാലം ഇവർക്ക് തിന്നണ്ടേ. അത് പോരാ, ഞാൻ എടുത്തുവെച്ച് പോരായി കഴിപ്പോയി. ഇപ്പം ഞാൻ ഇവിടുന്നൊക്കെ അങ്ങ് ഭാര്യ ഇവിടുന്നെല്ലാം എത്രയോ എടുത്തുവെച്ച് ഞാൻ വിചാരിച്ച മതിയെന്ന് നോക്കുമ്പോൾ അത് പോരാ. എത്ര ഇട്ടിട്ടും വെയിറ്റില്ല കേട്ടോ, വെയിറ്റില്ല. ഒരു സുഖമുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല കളറും ഉണ്ട് അല്ലേ? കളർഫുൾ, നല്ല വെള്ള കളർഫുൾ എന്ന് പറഞ്ഞാൽ വെള്ള കളറ്. എന്താ അമർത്തി കൊടുത്ത് ഇനി കുറച്ച് മണ്ണിടട്ടെ. ഇനിയാണ് ഞാൻ നടാൻ പോകുന്നത്. ഞാൻ മണ്ണിടുമ്പോൾ മണ്ണിൽ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണ് എല്ലാം ഉണ്ട്. അതൊക്കെ അങ്ങ് എടുത്ത് കളയല്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മളെ തോട്ടത്തിൽ പ്ലാസ്റ്റിക് ഉണ്ടാവും. അതൊന്നും ആവൂരല്ലോ, അങ്ങനെ തന്നെ നിൽക്കും. എന്താ ഇതിലൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക്. അപ്പം എടുത്ത് നോക്കിയിട്ട് അങ്ങ് മാറ്റുക, അതേ മരുന്നുള്ളൂ. ഈ വാഴൻ്റേത് ഉണങ്ങിയിട്ട് പിന്നെ കുറച്ച് നനവുണ്ടായി വെക്കുമ്പോൾ കയ്യിൽ നനവന്നു. ഇനി ഞാൻ കപ്പ നടാൻ പോകുക കേട്ടോ. ഇതാണ് എൻ്റെ കപ്പ. ഇതെങ്ങനെയാണെന്ന് അറിയാം? കപ്പക്കൊമ്പ് എനിക്ക് കപ്പക്കൊമ്പ് കിട്ടിയാൽ പെട്ടെന്ന് എനിക്ക് നടാനാവും. നമ്മൾ വീട്ടിൽ എന്തെല്ലാം പണി ഉണ്ടാവും. ആ പണി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒഴിവ് കിട്ടുമ്പോൾ നടും. അപ്പം കിട്ടുന്ന സമയത്ത്, കമ്പ് കിട്ടുന്ന സമയത്ത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലേക്ക് കുത്തി വെക്കും. അപ്പോൾ അത് മുളച്ച് ആളായി ഉഷാറായി ഒരു മാസമായി വന്നിട്ട് നമുക്ക് ഒരു സാവകാശമൊക്കെ കിട്ടി ഒഴിവുള്ള സമയത്ത് കപ്പ നടാലോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഈ കപ്പയ്ക്ക് 10 മാസമാണ് വളർച്ച. 9 മാസം മതി. ഇനി ഒരു മാസം ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ നമ്മളെ കൺവട്ടത്തായുള്ള ഗുണം എന്താ അറിയോ? നമുക്ക് എപ്പോഴും നനയ്ക്കുകയും ചെയ്യാം. എന്താ ഇഷ്ടം പോലെ വേരുണ്ടായിന്. നടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉഷാറായിട്ടുണ്ടാവട്ടെ, എനിക്കും ഉണ്ടാവട്ടെ. എൻ്റെ കൃഷി കണ്ട് അതേപോലെ കൃഷി ചെയ്യുന്ന കുറേ പ്രിയപ്പെട്ട ചങ്കുമാരുണ്ട് എനിക്ക്. അവർക്കും ഉണ്ടാവട്ടെ, അവരും കൃഷി ചെയ്ത് ഉഷാറായി ഉണ്ടാവട്ടെ അവർക്കും. എന്താ കുറച്ച് മണ്ണിടട്ടെ. ഇപ്പം കണ്ടാൽ വിചാരിക്കും ഒരു മാസമായ നട്ടിട്ടൊരു മാസമായിന്ന് വിചാരിക്കും. ഇപ്പാണ് നട്ടത്. ഞാൻ കപ്പ നട്ട് ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കേനി. അന്നപ്പോൾ എനിക്ക് ഇളനീ തന്നത് ആരാന്നറിയോ? എൻ്റെ അയൽവാസി. അവർ കണ്ടിട്ട് ഇളനീ കുടിക്കായിരുന്നു. അപ്പോൾ എനിക്കും തന്ന്. ഞാനാണ് പണിയെടുത്ത് തളർന്ന് നിൽക്കുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഇവർക്ക്. ആ തെങ്ങിൽ ഇനി ഉഷാറുണ്ടാവട്ടെ അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാൻ. സൂപ്പർ. ഇത് തേങ്ങ ഉണ്ടാകുന്ന തേങ്ങയായിട്ട് അരവിനല്ലത്. അങ്ങനത്തെ തെങ്ങുണ്ടല്ലോ,
ഇളനീ മാത്രം കുടിക്കും. സൂപ്പർ. ഇത് ഞാൻ ഇതിൻ്റെ മുമ്പ് നട്ടതാ, ഒരു മാസം മുമ്പ് നട്ടത്. ഉഷാറായിന്, കണ്ടില്ലേ ചാക്കിലാ. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി മണ്ണുവാ, വെള്ള കളറിൽ. ഇനി വേറൊരു കപ്പ കാണിച്ചു തരാം. ഇത് കിടത്തിയിട്ടാ, ചാക്ക് കിടത്തിയിട്ടാ നട്ട്. വലിപ്പം കണ്ടോ? ഇത് കുറച്ച് മുമ്പ് നട്ടതാ. അടുത്താ നട്ടത്. ഇത് നട്ടിട്ടിപ്പോൾ 2-3 ദിവസമായി. നനച്ചു കൊടുക്കണം. ഇതാ നനയുണ്ട്, കുറച്ച് നനവുണ്ട്. ഒന്ന് ഇതങ്ങ് നീളം വെച്ച്, ഇത് എൻ്റെ മുമ്പ് നട്ടതാ. നീളം വെച്ച് ഇങ്ങനെ എത്ര എത്തിക്ക്. ഇതൊന്നും അധികം ആയിട്ടില്ല, ഇനി എത്ര ഉഷാറായി വരാനുണ്ട്. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ കപ്പ നട്ടത്, ഞാൻ എന്താ ഇട്ടതെന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ. നിങ്ങളെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ അത് ഉണ്ടാവൂലേ. അപ്പം അത് അങ്ങനെ നടുന്നത് കൊണ്ട് വീടും പരിസരവും വൃത്തിയായി, നമുക്ക് വളം പൈസ കൊടുത്ത് വാങ്ങണ്ട, നമ്മൾ മൊത്തം നമുക്ക് ലാഭം അങ്ങനെ നട്ട് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ നടാൻ നോക്കുക കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.